കേൾക്കുന്നുണ്ടോ? ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ടോ? കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളും മുക്കാൽ മീഡിയയും നിലവിളിക്കുകയാണ്, നെഞ്ചത്തടിച്ച് കരയുകയാണ്. കാരണം ഒരു കണക്ക് വന്നിട്ടുണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഏതാണ്ട് ഇസ്ലാമിക സ്വഭാവത്തിലുള്ള ഒരു സംഘടനയായി മാറിയ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. അവരൊരു കണക്ക് പുറത്തുവിട്ടു. അതായത് ഇന്ത്യ ഇസ്രയേലിന് ആയുധം കൊടുത്തു. നമ്മൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു. കേട്ടിട്ടുണ്ട്. പണ്ട് അങ്ങനെ ആയുധം കൊടുക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട് ഇവിടുത്തെ വലിയ കമ്മിയായ പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതി വരെ പോയതാണ്. കോടതി പറഞ്ഞു പോയി പണി നോക്കടാന്ന് പറഞ്ഞു. ഇപ്പോൾ അതിന് കണക്ക് വന്നിരിക്കുക. ഇന്ത്യ ഇസ്രയേലിന് ആയുധം കൊടുത്തത് ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല, 100 തവണയല്ല, 1000 തവണയല്ല. സഹിക്കുമോ? എത്ര തവണയാണെന്നറിയോ? 2596 തവണ. എന്ന് പറഞ്ഞാൽ ഗാസയെ അടിച്ച് പപ്പടമാക്കിയ ആയുധങ്ങളിൽ നല്ല ശതമാനം, പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടേതാണ്. മെയ്ഡ് ഇൻ ഇന്ത്യയുടേതാണ്. നെതന്യാഹുവിന് മോദി കൊടുത്തതാണ്. അതെ, സഹിക്കുന്നില്ല. ഇത് ആംനസ്റ്റി ഇന്റർനാഷണൽ 2021 ഒക്ടോബർ 7 മുതൽ കഴിഞ്ഞ നവംബർ മാസം വരെ, നവംബർ 30 വരെ ഇന്ത്യ കൊടുത്ത ആയുധങ്ങളുടെ കണക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത്. വെറുതെയുള്ള ആയുധങ്ങളൊന്നും അല്ല കേട്ടോ. അതായത് 3.9 3,90,000 ചെറിയ ആയുധങ്ങൾ എന്ന് പറഞ്ഞ തോക്ക്, വെടിയുണ്ടകൾ, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ അതാണ് 5.64 ലക്ഷം സ്ഫോടക വസ്തുക്കൾ, 5,64,000 സ്ഫോടക വസ്തുക്കൾ എന്ന് വെച്ചാൽ ബോംബെ 5,64,000 ബോംബുകൾ കൊടുത്തു. ബോംബ് എന്ന് പറഞ്ഞാൽ ബോംബുകളുണ്ട്, പിന്നെ മിസൈലുകളുടെ അറ്റത്ത് വെക്കുന്ന വാർഹെഡുകളുണ്ട്. അപ്പോൾ ഗാസ അടിച്ച് പൊടിയാക്കിയത് ഇന്ത്യൻ ബോംബുകൾ കൂടിയാണ്. ഇത് തീർന്നില്ല. 298 സൈനിക വാഹനങ്ങളോ ഘടകങ്ങളോ കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഗാസ ഇടിച്ച് തകർത്ത് മുന്നോട്ട് പോയ സൈനിക വാഹനങ്ങൾ, അല്ലെങ്കിൽ സൈനിക വാഹനങ്ങളുടെ പാർട്സ് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, അൽ ജസീറ ചാനൽ മുമ്പ് ചില വീഡിയോ പുറത്തുവിട്ടു. റാഫയെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കണമല്ലോ, ഓൾ ഐസ് ഓൺ റാഫ, എല്ലാ കണ്ണുകളും റാഫയിലേക്ക് എന്ന് പറഞ്ഞ് മലയാളത്തിലെ സിനിമാടന്മാരൊക്കെ പോസ്റ്റ് ഇട്ട് ഓർക്കുന്നില്ലേ? റാഫയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റാഫയിലും ഖാൻ യൂണിസിലുമായിരുന്നു ഹമാസ് ഭീകരന്മാരുടെ ഏറ്റവും വലിയ സങ്കേതം. ഭൂമിക്കടിയിൽ, ആശുപത്രിയുടെ അടിയിൽ, സ്കൂളുകളുടെ അടിയിലൊക്കെ ഇങ്ങനെ സങ്കേതം ഉണ്ടാക്കി അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. അവസാനമാണ് അങ്ങോട്ട് ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഉപയോഗിച്ച് വലിയ തോതിലുള്ള ആക്രമണം ഇസ്രയേൽ ആരംഭിച്ചത്. ആ സമയത്ത് ജോ ബൈഡനാണ് അമേരിക്കൻ പ്രസിഡന്റ്. ജോ ബൈഡൻ മാരകമായ ആക്രമണം ഗാസയിലല്ല, റാഫയിലും ഖാൻ യൂണിസിലും നടത്താനുള്ള ആയുധങ്ങൾ അമേരിക്ക കൊടുത്തില്ല. പിന്നീട് ട്രംപ് വന്ന ആ ജനുവരി 20 ശേഷമാണ് ആ കണ്ടെയ്നറുകൾ ഇസ്രയേലിലേക്ക് എത്തിയത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് റാഫയും ഖാൻ യൂണിസും തകർത്തത്? ഒരു സംശയവും വേണ്ട, ഇന്ത്യയുടെ ആയുധങ്ങൾ, ഇന്ത്യ കൊടുത്ത സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ്. അതാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നു, ഖാൻ യൂണിസിലും റാഫയിലും കണ്ടെത്തിയ ആയുധങ്ങളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിരുന്നു. അൽ ജസീറ കാണിച്ചിരുന്നു മുൻപ്. ഞാൻ പറഞ്ഞില്ലേ, അൽ ജസീറയുടെ വീഡിയോയിലുണ്ടായിരുന്നു മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് സ്നേഹപൂർവ്വം സുഡാപ്പികളുടെ മണ്ടക്കിട്ട് കൊടുത്ത ബോംബുകൾ, സ്നേഹപൂർവ്വം ഇന്ത്യ. അപ്പോൾ ഇത് സഹിക്കുമോ? സഹിക്കത്തില്ല. ഇതിൻ്റെ എല്ലാം കണക്ക് തീർക്കാനാണ് കേട്ടോ പാറ്റ എന്ന പേരിൽ മോദിയെ ഒന്ന് വീഴ്ത്താൻ വേണ്ടി സകല ദീനികളും ദില്ലിക്ക് വെച്ച് പിടിച്ചത്. ഗൾഫിൽ നിന്നും, മറ്റ് രാജ്യങ്ങളിൽ നിന്നും, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും, മലപ്പുറം മഹാരാജ്യത്തു നിന്നും ഒക്കെ ആളുകൾ ട്രെയിൻ പിടിച്ചും ഫ്ലൈറ്റ് പിടിച്ചും അങ്ങോട്ട് പോയതിൻ്റെ രഹസ്യം ഇതുകൂടിയാണ്. ഗാസയിൽ വീണ ബോംബ് ഇന്ത്യയുടേതാണ്, ഞങ്ങളുടെ നികുതിപ്പണവും കൂടിയുണ്ട്. ഇവിടെ നികുതിപ്പണമുള്ള സാധനം ഫ്രീ ആയിട്ടല്ലേ കൊടുത്ത് കാശ് മേടിച്ചതാണ്. പണ്ട് ഇന്ത്യ ആയുധങ്ങൾ മേടിക്കുന്ന രാജ്യമായിരുന്നു, ഇപ്പോൾ ഇന്ത്യ ആയുധം വിൽക്കുന്ന രാജ്യമാണ്. കാശ് തന്നാൽ നമ്മൾ ആർക്കും കൊടുക്കും, പാകിസ്ഥാന് വരെ കൊടുക്കും, ഫ്രീ ആയിട്ടാണ്. ബ്രഹ്മോസ് കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ഫ്രീ ആയിട്ടേ കൊടുക്കുള്ളൂ. പാകിസ്ഥാൻ നമ്മൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും, എന്നാൽ എടുത്തോടാ എന്ന് പറഞ്ഞിട്ട്. പൊട്ടാത്തതെല്ലാം എടുക്കാമല്ലോ. പാകിസ്ഥാനാണെങ്കിൽ എന്തുകൊണ്ട് ഇട്ടാലും അത് പൊട്ടത്തുമില്ല. ഇപ്പോൾ ഏതായാലും നമ്മൾ ആവശ്യം പോലെ കൊടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനിടയ്ക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പഴയൊരു സംഭവം, 2024 നടന്നൊരു സംഭവം. മാരിയൻ ഡാനിക്ക എന്ന് പറയുന്ന ഡാനിഷ് പതാകയുള്ള കപ്പൽ ഹൈഫ തുറമുഖത്തേക്ക്, ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തേക്ക് പോവുകയാണ്. അതിൽ നിറച്ച് സ്ഫോടക വസ്തുക്കളായിരുന്നു, ബോംബായിരുന്നു. ഇന്ത്യ കൊടുത്തയച്ചതാണ്. നെതന്യാഹുവിന് മോദി സ്നേഹപൂർവ്വം കൊടുത്തയച്ചതാണ്, കൊണ്ടുപോയി പൊട്ടിക്കെന്ന് പറഞ്ഞിട്ട്. അത് കാർട്ടജീന തുറമുഖത്ത് അടുക്കണം.
ഫ്യൂവൽ അടിക്കാൻ വേണ്ടിയിട്ട്. സ്പെയിൻ പറഞ്ഞു പറ്റത്തില്ല, ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. ഇസ്രയേലിൽ ഇടാൻ പോകുന്ന ബോംബുകളുമായിട്ട് വരുന്ന കപ്പൽ ഇവിടെ അടുപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി ചേട്ടാ ടാറ്റ എന്നും പറഞ്ഞ് കപ്പൽ വിട്ട് മാരിയാൻ ഡാനിക്ക പോയി. അത് ഹൈഫയിൽ ഇറക്കുകയും ചെയ്തു, ഇടേണ്ട അടുത്ത് ഇടുകയും ചെയ്തു, തീരേണ്ടവരൊക്കെ തീരുകയും ചെയ്തു. അപ്പോൾ ഏതായാലും ഇസ്രയേലിൻ്റെ ചരിത്രം എഴുതുമ്പോൾ, ഭാവിയിൽ എഴുതുമ്പോൾ, ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ഇനി ഇസ്രയേലിനെ ഇല്ലാതാക്കി കളയുമെന്നൊക്കെയാണല്ലോ ഇവിടെ കിടന്ന് തുള്ളി മതിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഇസ്രയേലിനറിയാം ഇന്ത്യ കൊടുത്ത ആയുധങ്ങൾ. അപ്പോൾ ഏതായാലും ഇത് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഇത് എപ്പോൾ ഒപ്പിച്ചെന്ന് ഈ നമ്മൾ പറയുമല്ലോ, കഴിഞ്ഞ 3 വർഷമായിട്ട് യുദ്ധം, എപ്പോൾ ബോംബ്, അതിനിടയ്ക്ക് ചിലർ ചോദിക്കുക, എന്നിട്ട് കണക്ക് വരും അവിടെ കുട്ടികൾ സ്ത്രീകളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചുറ്റും തീമഴയാണ്, വീടില്ല, കറണ്ടില്ല, ഭക്ഷണമില്ല, കുടിവെള്ളമില്ല എന്നൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ വർഷം ഗാസയിൽ ഗർഭിണികളുടെ എണ്ണം 4000. എപ്പോൾ പറ്റുന്നടേ ഇത് എന്ന് ചോദിക്കുന്നത് പോലെ എപ്പോൾ കൊടുത്തഴേ 2596 തവണ. ഒരു തവണയല്ല, 2 തവണയല്ല, 1000 തവണയല്ല, 2000 തവണയല്ല, 2596 തവണ നമ്മൾ ആയുധങ്ങൾ കൊടുത്തു. എന്നിട്ട് ഇത്രയേ ഉള്ളോ? ആംനസ്റ്റിക്ക് കുറച്ച് കണക്കെ കിട്ടിക്കാണത്തുള്ളൂ, ഇതിൻ്റെയൊക്കെ എത്ര ഇരട്ടി കൊടുത്തിട്ടുണ്ടാവും. ഏതായാലും ഇന്ത്യ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. അത് ഒന്ന് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞു, ഒരു രാജ്യമാണ് തീരുമാനിക്കേണ്ടത്, എക്സിക്യൂട്ടീവാണ് തീരുമാനിക്കേണ്ടത് ആർക്ക് എന്ത് കൊടുക്കണമെന്ന്. ഇനി മാത്രമല്ല, ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ നല്ല കിടുക്കാച്ചി സൈനിക കരാറുണ്ട്. 2020 മുതൽ 24 വരെ കണക്കെടുത്താൽ ഇസ്രയേൽ ഇതിനിടയ്ക്ക് ആയുധം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവിടെ പൊട്ടിക്കുന്നു, കുറേ കൊണ്ട് ഗാസയെ പൊട്ടിക്കും, കുറേ ഇസ്രയേൽ വിൽക്കുന്നുണ്ട്. ഇസ്രയേൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യം ഏതാണെന്നറിയോ? ഇന്ത്യയാണ്. ഇസ്രയേലിൻ്റെ ആയുധ കയറ്റുമതിയിൽ 34% ഇന്ത്യയിലേക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇസ്രയേൽ ചില സാധനങ്ങൾ നമുക്ക് തരുന്നു, നമ്മൾ ഇസ്രയേലിന് ആവശ്യമുള്ളത് ചില സ്ഥലത്ത് പൊട്ടിക്കേണ്ടുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ സാധനം നമ്മളങ്ങോട്ട് കൊടുക്കുന്നു. അത് മാത്രമല്ല, ബാരക് 1, ബാരക് 8 തുടങ്ങിയ മിസൈൽസ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇസ്രയേലിൻ്റെ ഡ്രോൺ, UAV, ഹെറോൺ, സെർച്ചർ, ഹെർമസ് 900 തുടങ്ങിയ സാധനങ്ങൾ അദാനിയും ഇസ്രയേൽ കമ്പനിയായ എൽബിറ്റും കൂടെ ജോയിൻറ്റ് വെഞ്ചറിൽ ഉണ്ടാക്കുന്നുണ്ട്. ഗൈഡഡ് ബോംബുകൾ, മിസൈലുകൾ, സ്പൈസ്, റഫായൽ, റാബേജ്, ഇതൊക്കെ എൽബിറ്റ ഉണ്ടാക്കുന്നുണ്ട്. സ്പൈക്ക്, ATGM, പൈത്തൺ, ഡെൽബി എന്നൊക്കെ പറയുന്ന ബോംബുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇസ്രയേലുമായിട്ട് ചേർന്നിട്ട്. അതുകൂടാതെ നമ്മുടെ ഫാൽക്കൺ അവാക്സ് ഉണ്ടല്ലോ, ആകാശക്കണ്ണായ വിമാനം, ഇസ്രയേലിൻ്റെയാണ്. നമ്മളും മേടിക്കുന്നുണ്ട് ഇസ്രയേലിൻ്റെ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അങ്ങോട്ട് ഒരു ഏകപക്ഷീയമായിട്ടൊന്നും മാത്രമല്ല, കാരണം ഇസ്രയേലിൻ്റെയും ഇന്ത്യയുടെയും ശത്രുക്കൾ ഒന്ന് തന്നെയാണ്. എന്താണ്? ഇസ്ലാമിക തീവ്രവാദം. അതുകൊണ്ട് നമ്മുടെ സാധനം അങ്ങോട്ടും കൊടുക്കും, അവരുടെ സാധനം നമ്മളും മേടിക്കും. ആലോചിച്ച് നോക്കൂ, ഇന്ത്യ ഇസ്രയേലിനെ എന്തിനു തള്ളിപ്പറയണം? ഇവർ പറയുന്നത് ഇസ്രയേലിനെ കൂട്ടുകൂടാൻ പാടില്ല. ഈ ലോകത്ത് സോവിയറ്റ് യൂണിയന് ശേഷം ഇപ്പോഴത്തെ റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കൊത്ത് 100% നിൽക്കുന്നൊരു രാജ്യം ഇസ്രയേലാണ്. കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ എത്രയോ തവണ പറഞ്ഞതാണ്, മലകളുടെ മുകളിൽ കയറി പാകിസ്ഥാൻകാരിരുന്നു. എന്നിട്ടോ അവർ താഴത്തുനിന്ന് കയറി വരുന്ന നമ്മുടെ ഭടന്മാരെ പീരങ്കി ഉൾപ്പെടെ വെച്ച് വെടിവെച്ച് തകർത്തുകൊണ്ടിരുന്നു. എന്ത് ചെയ്യും? നമ്മൾ അമേരിക്കയോട് GPS നമ്മൾ ഉപയോഗിക്കുന്ന GPS അല്ല, റിയൽ ടൈം മിലിറ്ററി വേർഷൻ ചോദിച്ചു. അമേരിക്ക തന്നില്ല. അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്തായ ഇസ്രയേൽ പക്ഷേ നമുക്ക് തന്നു. അത് വെച്ചിട്ടാണ് അടിച്ച് പൊളിച്ച് നമ്മൾ പപ്പടമൊക്കെ കൈ കൊടുത്തത്. അപ്പം നമുക്കൊരാവശ്യം വന്നപ്പോൾ നമ്മളെ സഹായിച്ചവരാ. ഇസ്രയേലിന് ആവശ്യം വരുമ്പോൾ ഇസ്രയേൽ ചോദിച്ചാൽ ഇന്ത്യ കൊടുക്കും, അല്ലാതെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പലസ്തീനൊക്കെയാണ്. അപ്പോൾ ഇന്ന് ചിലർ പറയുന്നത് കേട്ടോ, ഞാൻ ചില കമൻറ്റുകൾ കണ്ടു കേട്ടോ, ഈ മീഡിയ 1 മുക്കാൽ മീഡിയയുടെ ഈ വാർത്തയ്ക്ക് താഴെ, അത് ഇന്ത്യ എന്തൊരു വൃത്തികേടാ കാണിക്കുന്നത്, ഗാസയിലുള്ള ആളുകൾക്ക് ബ്രെഡും ബിസ്ക്കറ്റും മരുന്നും കൊടുക്കും, ഇസ്രയേലിന് ബോംബും കൊടുക്കും. പട്ടിണി കിടന്ന് ചാവാതിരിക്കട്ടെ, ചാവുമ്പോൾ ഭക്ഷണം കഴിച്ച് ചാവട്ടെ, നല്ലതല്ലേ? ജീവകാരുണ്യം അങ്ങനെയല്ലേ? ആഹാരം കൊടുക്കണം, ശത്രുവിന് ബോംബും കൊടുക്കണം. അപ്പോൾ രണ്ടും മിത്രമല്ല. നിങ്ങൾക്ക് വേണ്ടത് അന്നമാണല്ലോ, നിങ്ങൾക്ക് അന്നം തരുന്നു. ഇസ്രയേലിന് ആവശ്യം ബോംബാണ്, ഇസ്രയേലിന് അന്നത്തിൻ്റെ ആവശ്യമില്ല. ആവശ്യക്കാരന് ഉദാരമായി കൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം. വിശക്കുന്നവന് വിശപ്പ് മാറ്റി കൊടുക്കുക, മറ്റ് ആവശ്യങ്ങളുള്ളവർക്ക് അത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മുമ്പ് എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇസ്രയേൽ പണ്ട് പറഞ്ഞിട്ടുണ്ടത്രേ, ആരെങ്കിലും ഇന്ത്യയോട് യുദ്ധം ചെയ്താൽ ഞങ്ങളോട് യുദ്ധം ചെയ്യണമെന്ന്. ഇപ്പം കഹൂട്ട എന്ന് പറയുന്ന ഒരു ആറ്റമിക് റിയാക്ടർ പാകിസ്ഥാൻ ഉണ്ടാക്കാൻ നേരത്ത് ഇസ്രയേൽ വന്ന് പറഞ്ഞാൽ, എൻ്റെ പൊന്നു ചേട്ടാ, ആ ജാംനഗറിലെ എയർബേസിൽ ഒരു
ഫ്യൂവൽ അടിക്കാനുള്ള സംവിധാനം വന്നെത്താം, ഞങ്ങൾ പോയി അത് പപ്പടമാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു. അന്ന് നമ്മുടെ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ സമ്മതിച്ചില്ല. അതേ തുടർന്നാണ് പാകിസ്ഥാൻ ആണവായുധം ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ അന്ന് അടിച്ച് തകർത്ത് കളഞ്ഞിട്ട് ഇസ്രയേൽ പോയത്. ഇത്തിരി ഡീസൽ അടിച്ചു കൊടുത്താൽ മതിയായിരുന്നു, ഏവിയേഷൻ ഫ്യൂവൽ. അതിനുള്ള ധൈര്യം നമ്മുടെ ഭരണാധികാരികൾക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആയുധം കൊടുക്കും, ഇനിയും കൊടുക്കും. 2596 തവണയല്ല, വേണ്ടി വന്ന 5000-ൽ പരം തവണ കൊടുക്കും. ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്താ കാര്യം? ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഇന്ത്യയിലില്ല കേട്ടോ, ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. 2020 ഇവന്മാർ ഇഷ്ടം പോലെ കാശ് വരുന്നുണ്ട്, ഈ കാശിൻ്റെ കണക്കൊന്നുമില്ല. അങ്ങനെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തറിയോ, ED കയറി റെയ്ഡ് ചെയ്തു 2020, 6 വർഷം മുമ്പ്, മോദിയുടെ കാലത്താണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ കണക്കൊന്നുമില്ലല്ലോ, അതുകൊണ്ട് FCRA ലൈസൻസ് ഇല്ല കേട്ടോ, പൂട്ടിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഇവന്മാർ ഇവിടെ ഉണ്ടായിരുന്ന 140 ജീവനക്കാരെയും പിരിച്ചു വിട്ടിട്ട് കപ്പൽ കയറി ആംനസ്റ്റി ഇന്ത്യ വിട്ടുപോയി. ഇനി അവിടേക്ക് ഇരുന്നിട്ട് ഇന്ത്യക്കെതിരെ റിപ്പോർട്ട് ഉണ്ടാക്കിയാണ്. എടേ ഞങ്ങൾ കൊടുത്തതാടേ ഇസ്രയേലിന്, ഞങ്ങൾ ഇനിയും കൊടുക്കുമടേ, നിനക്കെന്തടേ എന്ന് ചോദിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പം ഇന്ത്യയിലുള്ളത്. ഇന്ത്യയുടെ നയം വളരെ കൃത്യമാണ്. പാലസ്തീനികൾക്ക് വേണ്ടത് പാലസ്തീനികൾക്ക്, അവർക്കിപ്പോൾ വേണ്ടത് നല്ല മരുന്ന് വേണം, ഭക്ഷണം വേണം, പുതപ്പ് വേണം. അത് നമ്മൾ കൊടുക്കാം. ഇസ്രയേലിന് വേണ്ടത് ഇസ്രയേലിൽ കൊടുക്കും. ഇതെന്ത് കുഴപ്പം എന്താ? പലസ്തീന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, ഇസ്രയേലിന് നമ്മൾ കാശിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ബാർട്ടർ വ്യവസ്ഥ, ഇങ്ങോട്ട് ചിലത് മേടിക്കുമ്പോൾ അങ്ങോട്ട് ചിലത് കൊടുക്കും. ഏതായാലും ഇന്ത്യ ഇസ്രയേലിനെ വിട്ട് ഒരു കളിക്കും തയ്യാറല്ല. ബെഞ്ചമിൻ നെതന്യാഹുവും മോദിയും തമ്മിലുള്ള ബന്ധം അത്ര ഗാഢമായ ബന്ധമാണ്. ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അതിനു മുമ്പേ ഗാഢമായ ബന്ധമാണ്. ജൂതന്മാരും ഇന്ത്യക്കാരുമായിട്ടുള്ള ബന്ധവും വളരെ വളരെ സുഖകരമായ സൗന്ദര്യാത്മകമായ ബന്ധമാണ്. ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടി കൊണ്ടിരുന്നപ്പോൾ അവർക്ക് അഭയം കൊടുത്ത ഏക രാജ്യം ഇന്ത്യയാണ്, നമ്മുടെ കൊച്ചി പോലുമാണ്. അതുകൊണ്ട് ഇസ്രയേലിനെ ഇന്ത്യ മറക്കില്ല, ഇന്ത്യയെ ഇസ്രയേലും മറക്കില്ല. അത് സുടുക്കൾ ഓർത്താൽ മതി. പിന്നെ നിലവിളിക്കുന്നവർക്ക് നിലവിളിക്കാം. ആ സൈറനിട്, ആ നിലവിളി ശബ്ദം ഒന്നിട്ടുകൊണ്ട് നിലവിളിക്കേ. ഏതായാലും പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷമുള്ളൊരു വാർത്തയാണ്. ഇസ്രയേൽ പോലെ ഒരു രാജ്യത്തിന് ആവശ്യം വന്നപ്പോൾ ഇന്ത്യ ഇത്രയും തവണ സഹായിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ പുതിയ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണേ.